ഏതൊക്കെ സ്കൂളുകളിൽ കൊടുത്തിട്ടുള്ളൂ എന്നതിനെക്കുറിച്ച് കൊടുത്തതിൻ്റെ ഡെലിവറി സ്ലിപ്പ് ഈ ഫയലിൽ ഉണ്ടാകണ്ടേ? കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് സമസ്ത മേഖലകളിലും അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഒരു GST രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത, ഗുണനിലവാരം പരിശോധിക്കാത്ത, അതിൻ്റെ വാറണ്ടിയെ പരിശോധിക്കാത്ത, കണ്ണുമടച്ചുകൊണ്ട് ഈ സാധനം വാങ്ങുക എന്ന് പറയുന്നത്, വാങ്ങിയത് തന്നെ ഇപ്പോൾ സംശയാസ്പദമായിട്ടാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതിയെക്കുറിച്ച് ഉണ്ടാകണം എന്നുള്ളതാണ് BJPക്ക് പറയുവാനുള്ളത്. തിരുവനന്തപുരം നഗരസഭയിൽ വൻ അഴിമതിയാണ് നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയത്. സർക്കാർ സ്കൂളുകളിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ലാപ്ടോപ്പുകളല്ല വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത് BJP കൗൺസിൽ പാർട്ടി ഡെപ്യൂട്ടി കൗൺസിലർ കരമന അജിത്താണ്. അദ്ദേഹത്തിനോട് വിശദാംശങ്ങൾ ചോദിച്ചു നോക്കാം. ഈ ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ഒരു അഴിമതിയാണ് നടന്നത്. എന്താണ് പറയാനുള്ളത്? തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ കാലാംശങ്ങളിൽ 2023-22 കാലാംശങ്ങളിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്യുവാൻ വേണ്ടി സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് സർക്കാർ തീരുമാനമുണ്ടായിരുന്നു. നമ്മുടെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1,35,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ കൊടുത്തതോ ലാപ്ടോപ്പല്ല, ഡെസ്ക്ടോപ്പ് UPS-ഉമാണ് കൊടുത്തത്. സർക്കാരിൻ്റെ തീരുമാനം ലാപ്ടോപ്പ് കൊടുക്കണമെന്നായിരുന്നു. തീർച്ചയായിട്ടും ഈ ഡെസ്ക്ടോപ്പ് കൊടുക്കുമ്പോൾ സമയത്ത് തന്നെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്, ഒരു പർച്ചേസ് കമ്മിറ്റി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ ഗുരുതരമായി. ഏതൊരു സാധനം വാങ്ങുന്ന സമയത്ത് ഒരു പർച്ചേസ് കമ്മിറ്റി ഉണ്ടാകണം. അത് നമ്മൾ നഗരസഭ വാങ്ങുന്ന കമ്പനിയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വാറണ്ടി സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. പക്ഷേ ഈ നമ്മുടെ ഡെസ്ക്ടോപ്പുകൾ വിതരണം ചെയ്ത്, അതായത് 244 ഡെസ്ക്ടോപ്പുകളും 193 UPS-ഉമാണ് വിതരണം ചെയ്തു എന്ന് നഗരസഭ അവകാശപ്പെടുന്നത്. നമ്മളൊന്ന് നോക്കുമ്പോൾ ഇതിൽ വളരെ ഗുരുതരമായ ഇതെന്ന്, ഈ സാധനം സ്കൂളുകളിലേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ആ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെലിവറി ചെക്കുണ്ട്, അത് ഫയലിൽ കാണുന്നില്ല. അതുകൊണ്ട് അപ്പോൾ 1,35,00,000 രൂപയുടെ സാധനം വിതരണം ചെയ്തു എന്ന് നഗരസഭ അവകാശപ്പെടുമ്പോൾ ഈ സാധനം ഏതൊക്കെ സ്കൂളിൽ കൊടുത്തു എന്നതിനെക്കുറിച്ച് ഡെലിവറി സ്ലിപ്പില്ല. ഗുരുതരമായ കണ്ടെത്തലാണ്. ഇത് കണ്ടെത്തിയത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് വിഭാഗമായ വിജിലൻസ് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ അതല്ലെങ്കിൽ തന്നെ മേയറോ, നമ്മൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ മേയർ തുള്ളുന്നതാണ്. പക്ഷേ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ, കണ്ടെത്തലുകൾ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിട്ട് പോലും ഈ കാര്യത്തെക്കുറിച്ച് ഒരു കമാന്നൊരക്ഷരം പ്രതികരിക്കുവാൻ മേയർ തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ പാവപ്പെട്ട സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി സ്മാർട്ട് സ്കൂളുകൾ സൃഷ്ടിക്കുക എന്നുള്ളതൊരു ബൃഹത്തായ ഒരു ആശയമാണ്. പക്ഷേ ആ ആശയത്തെ തീർച്ചയായിട്ടും അട്ടിമറിക്കുന്ന തരത്തിൽ കേവലം സാർവത്രികമായ അഴിമതിയാണ്. അത് എല്ലാ മേഖലകളിലും, അത് നമ്മുടെ നഗരസഭയുടെ സമസ്ത മേഖലകളിലും സാർവത്രികമായ അഴിമതി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് നേരത്തെ കാലങ്ങളിൽ നമുക്ക് അറിയാം, കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് സമസ്ത മേഖലകളിലും അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഡെലിവറി ചെയ്തതിനെക്കുറിച്ചും ഒക്കെ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട്, ഭരണസമിതിയിലെ ആരൊക്കെ അതിൽ പങ്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു അന്വേഷണമാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഈ സമഗ്രമായ അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ അഴിമതി, പട്ടികജാതി തട്ടിപ്പ് നോക്കണേ, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഉദ്യോഗസ്ഥ വിജിലൻസ് വിഭാഗത്തിലുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ്, അഴിമതി നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് അഴിമതിയെ സംബന്ധിച്ച് അന്വേഷണം അങ്ങ് മുറുകെ എത്തുമ്പോൾ മുകളിൽ നിന്നുള്ള വിളി വരികയാണെന്നാണ് അവർ പറയുന്നത്. നമ്മളെ കൈക്കും കാലിനും ചങ്ങലക്കിട്ടിരിക്കുകയാണ്. നമുക്ക് 1 ഇഞ്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല.
എന്നാണ് വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാർ എന്നോട് തന്നെ പറഞ്ഞത്. നമുക്കറിയാലോ. അപ്പോൾ താങ്കൾ പറയുന്ന ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഗവൺമെന്റ് ചെയ്ത്? നിങ്ങളൊന്നും ആലോചിക്കണം, 1,35,00,000 രൂപയുടെ സാധനങ്ങൾ സ്കൂളുകളിൽ വിതരണം ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോൾ ഏതൊക്കെ സ്കൂളുകളിൽ കൊടുത്തിട്ടുള്ളൂ എന്നതിനെ കുറിച്ച് കൊടുത്തതിന്റെ ഡെലിവറി സ്ലിപ്പ് ഈ ഫയലിൽ ഉണ്ടാകണ്ടേ? ഗുരുതരമായ ഇപ്പോൾ ഇതിൽ അഴിമതി പറയുന്നത് ഇപ്പൊ ഈ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ കമ്പനികൾക്ക് GST രജിസ്ട്രേഷൻ ഇല്ല. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത കമ്പനിക്ക് ഇവർ സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നു. അതുവഴി 92,000 രൂപയുടെ നഷ്ടമാണ് നഗരസഭയ്ക്കുണ്ടായിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ നമ്മുടെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു സാധനം പർച്ചേസ് ഒരു GST രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത, ഗുണനിലവാരം പരിശോധിക്കാത്ത, അതിൻ്റെ വാറണ്ടിയെ പരിശോധിക്കാത്ത, കണ്ണുമടച്ചുകൊണ്ട് ഈ സാധനം വാങ്ങുക എന്ന് വാങ്ങിയത് തന്നെ ഇപ്പോൾ സംശയാസ്പദമായിട്ടാണ് നിൽക്കുന്നത്. വിജിലൻസ് പറയുന്നത് എന്താണ്? ഇത് പർച്ചേസ് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഇത് ഡെലിവറി ചെയ്തതിൻ്റെ രേഖകൾ, ഡെലിവറി സ്ലിപ്പ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ ഒരു അഴിമതിയിലേക്കാണ് ഈ സാധനം പോകുന്നത്. തീർച്ചയായിട്ടും ഒരു അന്വേഷണം ഉണ്ടാകണം. തീർച്ചയായിട്ടും ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം, ഈ അഴിമതിയെക്കുറിച്ച് ഉണ്ടാകണം എന്നുള്ളതാണ് BJPക്ക് പറയുവാനുള്ളത്. 4.5 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടി നിരവധി വിഷയം, പട്ടികജാതി തട്ടിപ്പായിരുന്നാലും ശരി തന്നെ, നികുതി തട്ടിപ്പായിരുന്നാലും ശരി തന്നെ, മാലിന്യ വിഷയത്തിൽ കിച്ചൺ ബിന്ന് വാങ്ങുന്ന വിഷയത്തിലായിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി അഴിമതികൾ പല ഘട്ടങ്ങളിലായി ഭാരതീയ ജനതാ പാർട്ടി സഭയ്ക്കകത്തും പുറത്തും ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തുവാൻ, നികുതി തട്ടിപ്പിലെ നേമത്ത് സൂപ്രണ്ടായിരുന്നതിനെ പിടിച്ച് അകത്താക്കുന്നത് വരെ സമരം ചെയ്ത പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ശക്തമായ പോരാട്ടം നടത്തി നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട നേമസോണിലെ സൂപ്രണ്ടിനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കുന്നത് വരെ സമരം ചെയ്തതാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? ആ സൂപ്രണ്ട് ഇപ്പോൾ കൊല്ലത്തിരിക്കുകയാണ്. അപ്പോഴിതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇവ ആരൊക്കെയാണ് സംരക്ഷിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4.5 വർഷക്കാലം അഴിമതിയുടെ കൂത്തരങ്കായിരുന്നു എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് നിരത്തുവാൻ സാധിക്കും. സർക്കാർ സ്കൂളുകളിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഭരണസമിതി അംഗങ്ങളും ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഈ ഒരു അനാസ്ഥ ഇനിയും തുടരുകയാണെങ്കിൽ BJP നേതാക്കളൊക്കെ തന്നെ സമരം തുടരാനാണ് സാധ്യത. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.